ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റയീസിയുടെ മൃതദേഹം കണ്ടെത്തി. മുഹമ്മദ് മഖ്ബൂർ ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. 50 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി ചേരുന്നു. ജെയിംസ്, അപ്പോൾ ഹെലികോപ്റ്റർ അപകടം, അതിൻ്റെ ഞെട്ടൽ, അതിൻ്റെ ഷോക്ക്, അത് മാറുന്ന അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം, ഈ അപകടത്തിൽ കോൺവോയായി പോയ 3 വിമാനങ്ങളിൽ ഒന്ന് മാത്രം, പ്രസിഡന്റും വിദേശകാര്യമന്ത്രി അടക്കമുള്ള ഒരു വിമാനം മാത്രം തകർന്നു വീണതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതാണ്. എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഹാഷ്മി, ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ കുഴക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും 9 അംഗങ്ങളടങ്ങുന്ന സംഘവും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇറാൻ്റെ രാഷ്ട്രീയ ഘടനയിൽ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഉക്രൈൻ ഇസ്രായേൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹങ്ങൾ തബ്രിസ് എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. എന്ന് മാത്രമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നൊക്കെ അനുശോചന പ്രവാഹം നടക്കുന്നു. അതിലൊരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ മിനിറ്റുകളിൽ വന്ന ഒരു പ്രമേയം ഹമാസിൻ്റേതാണ്. ഇസ്രായേലുമായി ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇറാനാണ് ഞങ്ങളെ യുദ്ധത്തിൽ ഏറ്റവും സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യം, ഞങ്ങളുടെ വാല്യുബിൾ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇസ്രായേലുമായിട്ട് കടുത്ത എതിർപ്പിൽ ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കെ ഞങ്ങളുടെ ഏറ്റവും സഹായമായിരുന്ന ഇറാൻ്റെ പ്രസിഡൻറ്റും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഞങ്ങളെ വല്ലാതെ ദുഃഖിതരാക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത്. ഒപ്പം തന്നെ അപ്പോൾ ഹമാസും ഇറാനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ വിദേശകാര്യമന്ത്രി കൊല്ലപ്പെട്ട വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹാൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൽ പോയി ഹമാസിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ ഇറാൻ്റെ ഒരു സോഫ്റ്റ് മൃദുവായ മുഖം, കൺസർവേറ്റീവ് പാർട്ടിയുടെ മുഖമായിരുന്നു ഒരുപക്ഷെ ഈ ഫോറിൻ മിനിസ്റ്റർ. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇന്ത്യയുടെ ജീവനക്കാരടങ്ങുന്ന ഇസ്രായേലി ബന്ധമുള്ള കപ്പൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിളിച്ചത് ഈ അബ്ദുള്ളയാണ്. അദ്ദേഹം ഹുസൈൻ അബ്ദുള്ള ഇടപെടുകയും ഇന്ത്യയിലെ ജീവനക്കാരെ വിട്ടയക്കാനായിട്ട് കാര്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് വിദേശകാര്യമന്ത്രി. ഇബ്രാഹിം റൈസിയാണ് ചബഹാർ പോർട്ട് ഇന്ത്യക്ക് 10 വർഷത്തെ കരാറിൽ ഒപ്പിടാൻ തയ്യാറായത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വേർപാട് ഒരു തരത്തിൽ ദുഃഖിപ്പിക്കുന്നതാണ്. എന്തായാലും റഷ്യ, ചൈന അടങ്ങുന്ന കൂട്ടുകെട്ട് വളരെ ശക്തമാക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ഇബ്രാഹിം റൈസിയും. ഫോറിൻ മിനിസ്റ്ററും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വലിയ രീതിയിൽ PhD എടുത്തിട്ടുള്ള ആളാണ് വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് അവരുടെ ഏറ്റവും ശക്തമായ മുഖമാണായിരുന്ന സുലൈമാനി കൊല്ലപ്പെട്ടപ്പോൾ സുലൈമാനി ഓഫ് ഡിപ്ലോമസി എന്നാണ് ഈ വിദേശകാര്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്. 63കാരനാണ് കൊല്ലപ്പെട്ട പ്രസിഡന്റ്. എന്തായാലും അവരുടെ മൃതശരീരങ്ങൾ തബ്രീസിൽ എത്തിച്ചിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് മഖ്ബർ, അദ്ദേഹം വളരെ ഹാർഡ് ലൈനറാണ്, തീവ്ര നിലപാടുകാരനാണ്. അതുകൊണ്ട് ഇറാൻ്റെ നയങ്ങളിൽ മാറ്റമുണ്ടാവില്ല. ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ യുദ്ധവും ഏത് ദിശയിലേക്ക് മാറുമെന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ തന്നെ ഇറാനും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സഹകരണം ഉക്രൈൻ യുദ്ധത്തിലുണ്ട്. ഇസ്രായേലിന് എതിരെയുള്ള യുദ്ധത്തിൽ ഹമാസിന് എല്ലാവിധ ആയുധങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഇറാൻ തന്നെയാണ്. അതിലൊന്നും മാറ്റമുണ്ടാവില്ല. 50 ദിവസത്തിന് ശേഷം ഇനി ആരായിരിക്കും പ്രസിഡന്റായി വരിക എന്നാണ് അറിയാനുള്ളത്. ഹാഷ്മി.